ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ അറസ്റ്റിൽ. പത്മകുമാർ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും സ്വർണ്ണക്കൊള്ളയിൽ ആസൂത്രണം നടത്തിയെന്നും SITയുടെ കണ്ടെത്തൽ. പത്മകുമാറിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലാകുന്ന ആറാമത്തെയാളാണ് പത്മകുമാർ. 2019 സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇളക്കി നൽകുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു പത്മകുമാർ. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുതൽ ദേവസ്വം കമ്മീഷണർ N വാസു വരെ ഉദ്യോഗസ്ഥതല അറസ്റ്റായിരുന്നുവെങ്കിൽ ദേവസ്വം ബോർഡിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് പത്മകുമാറിന്റെ അറസ്റ്റ്. ഇതുവരെ SIT അറസ്റ്റ് ചെയ്ത കേസിലെ പ്രതികൾ പത്മകുമാറിനെ വെട്ടിലാക്കുന്ന മൊഴികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ മൊഴികൾക്കപ്പുറം നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചതായാണ് വിവരം. സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ പത്മകുമാറാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തിയത് പത്മകുമാറാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ വീട്ടിലെത്തി ഗൂഢാലോചന നടത്തിയെന്നാണ് കണ്ടെത്തൽ. പത്മകുമാർ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും വിലയിരുത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം. ഇതിനു പിന്നാലെയാണ് അറസ്റ്റിലേക്ക് കടന്നത്. രാവിലെ 10 മണിയോടെ തിരുവനന്തപുരത്തെത്തിയ പത്മകുമാറിനെ 5 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമായിരുന്നു അറസ്റ്റ്. അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ADGP H വെങ്കിടേഷ് ഉൾപ്പെടെ SITയിലെ ഉന്നത ഉദ്യോഗസ്ഥർ വീഡിയോ റെക്കോർഡിംഗ് നടത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. പത്മകുമാറിനെ ഇന്ന് തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.